പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. വളരെ കൃത്യസമയത്ത് തന്നെ വളരെ ഉത്സാഹത്തോടെ ജോയിൻ ചെയ്ത കർത്താവിൻ്റെ ദാസനും മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക സ്നേഹവന്ദനം. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ഇത് ജോയിൻ ചെയ്ത എല്ലാവർക്കും, കൂടാതെ ഇത് പിന്നീട് യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അല്ലെങ്കിൽ കേൾക്കുന്ന എല്ലാവർക്കും ഇത് പ്രയോജനമായി തീരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ബൈബിൾ വായിക്കുവാനായിട്ട് പേര് തന്നിരിക്കുന്നവർ ബ്രദർ ബാബു ജോർജ്, പ്രിയ സിസ്റ്റർ ബിൻസി, അഞ്ചു സാറ, പ്രിയ സിസ്റ്റർ മേഴ്സി ഫിലിപ്പ്. വളരെ സന്തോഷമുണ്ട്, ഒരു സഹോദരനും ഇന്ന് വായിക്കുവാനായിട്ട് മുമ്പോട്ട് വന്നുവല്ലോ. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ക്ലാസിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ പാസ്റ്റർ ജോൺസൺ ഫിലിപ്പ് പ്രാർത്ഥിച്ചാരംഭിച്ചാട്ട്. അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹീതമായ ഒരു സമയം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയതിനായ സ്തോത്രം. ദൈവവചനം പഠിക്കുവാൻ അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്, ശ്രേഷ്ഠമാണ്, ആശ്വാസമാണ്. കർത്താവേ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തണുപ്പ് നൽകുന്നതാണ്, ഒരു ഉത്തേജന നൽകുന്നതാണ്, ആത്മീയ ഉണർവ് നൽകുന്നതാണ്. കർത്താവേ, ഇന്ന് അനുഗ്രഹീത ദേവദാസൻ പാസ്റ്റർ CB ആൻഡ്രൂസിലൂടെ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ സമയം, കർത്താവെ, മറിഞ്ഞു കിടക്കുന്ന മർമ്മങ്ങളെ നീ വെളിപ്പെടുത്തുന്ന ദൈവമാകയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അത് ഞങ്ങളുടെ ജീവിതയാത്രയിൽ അനുഗ്രഹമായി തീരുവാൻ, കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ നീ അത് മുഖാന്തരമാക്കണമേ. ലീഡ് ചെയ്യുന്ന ദേവദാസൻ ലാലു ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ ദേവദാസനെയും കർത്താവ് ശക്തീകരിക്കണമേ, കൃപ കൂടെ ഇരിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ദൈവവചനം പഠിപ്പിക്കുന്നത് വെളിപ്പാട് പുസ്തകമാണല്ലോ. വളരെ തുടർമാനമായി വളരെ സിസ്റ്റമാറ്റിക്കായ രീതിയിൽ പഠിക്കുവാൻ സ്വർഗം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിഥികളായി തൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. അവരെയും ഞങ്ങൾ അഗാപ്പെ ഓൺലൈൻ ബൈബിൾ കോളേജിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ദിവസവും ഞങ്ങളുടെ ക്ലാസ്സുകൾ നടക്കുന്നതാണ്. ഇതേ ലിങ്കിൽ ജോയിൻ ചെയ്യാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ റവറൻ ഡോക്ടർ CB ആൻഡ്രൂസിനെ അറ്റ്ലാന്റയിൽ നിന്നും വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിൽ വന്ദനം. നമ്മുടെ 10ാമത്തെ ക്ലാസ്സിലേക്കാണ് വന്നത്. ഇപ്പോൾ തൂലിയാറ്റിയുടെ ഒരു ക്ലാസ് കഴിഞ്ഞോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ദൈവമക്കളെ ആഴ്ചതോറും ഇങ്ങനെ കാണുവാൻ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇത് പ്രസൈഡ് ചെയ്യുന്ന പാസ്റ്റർ ലാലു ജേക്കബ്, അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർഡിനേഷൻ ഈ അടുത്ത ആഴ്ചയിൽ നടക്കാൻ തക്കൊണ്ട് പോവുകയാണ്. അതിലെനിക്ക് വലിയ അഭിമാനമുണ്ട്. ദൈവം തൻ്റെ ദാസനെ ആ ദൈവസഭയുടെ ഒരു ഓർഡൈൻ മിനിസ്റ്ററായിട്ട് അഭിഷേകം ചെയ്യുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വയൽപ്രദേശത്ത് വീണ്ടും ശോഭിപ്പാൻ ദൈവം തൻ്റെ ദാസനെ ബലപ്പെടുത്തട്ടെ. ഇന്ന് പ്രാർത്ഥിച്ചാരംഭിച്ച പാസ്റ്റർ ജോൺസൺ ഫിലിപ്പ് ചിക്കാഗോയിൽ, അദ്ദേഹം എൻ്റെ ഒരു സ്നേഹിതനാണ്. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, പാസ്റ്റർ തോമസ് ഫിലിപ്പ്, അതുപോലെ അനേക ദൈവദാസന്മാർ, അതുപോലെ സഹോദരി സഹോദരന്മാർ, നിങ്ങളെല്ലാം ഞാൻ വളരെ സ്നേഹിക്കുന്നു. എല്ലാവരുടെയും പേര് എടുത്തു പറയുവാൻ തക്കണം സാധ്യമല്ല. ഇതിൻ്റെ പ്രസന്റ് ആയിരിക്കുന്ന പാസ്റ്റർ ഷാജി കെ ദാനിയേൽ എൻ്റെ ഉറ്റ സ്നേഹിതനാണ്. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ബൈബിൾ വായനയെ സഹായിക്കാൻ തക്കവണ്ണം ബാബു ജോർജ്, ബിൻസി, അഞ്ചു സാറ, മേഴ്സി ഫിലിപ്പ്, ഇവരെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ചുണയായിട്ട് വായിക്കണം. നമ്മൾ ഉറക്കം തൂങ്ങി വായിക്കരുത്. നല്ല എല്ലാവരും കൂടെ ഒന്നിച്ച് വായിക്കരുത്. അതേ മുറയ്ക്ക് നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളാണ്. നമ്മൾ 9-ലെ ഒരു ഭാഗം ചിന്തിച്ചു. 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കാം. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഈ 9-ാമത്തെ വാക്യമാണ് ചിന്തിച്ചത്. വെളിപ്പാട് പുസ്തകം ഞാൻ പറഞ്ഞല്ലോ 366 ലെസനാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ ഈ 1-ാം അധ്യായത്തിൽ തന്നെ വേദശാസ്ത്രപരമായിട്ടുള്ള അനേക വിഷയങ്ങൾ നമുക്ക് പഠിപ്പാൻ കൊണ്ട് കഴിയും. 1-2 ദിവസം കൊണ്ട് തീർക്കേണ്ട, മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട ക്ലാസ്സുകളല്ല ഇത്.
അതുകൊണ്ട് ദൈവമക്കൾ ശാന്തമായി അത് പഠിക്കണം എന്നുള്ള ആ ചിന്തയോടുകൂടി നമ്മൾ ദൈവസന്നിധിയിലായിരുന്നാൽ വെളിപ്പാട് പുസ്തകം വളരെ മനോഹരമായി പഠിക്കാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരും. അതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. കഴിഞ്ഞ 56 വർഷങ്ങളായി പഠിപ്പിച്ച പരിചയത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ദൈവമക്കളുടെ ഈ കാര്യം ഓർപ്പിച്ചത്. നമ്മൾ അധ്വാനിച്ചാൽ വെളിപ്പാട് പുസ്തകം നമുക്ക് മനഃപ്പാഠമാക്കുവാൻ തക്കവണ്ണം കഴിയും. വെളിപ്പാട് പുസ്തകത്തെ 3 ഭാഗമായി തിരിച്ചിരിക്കുന്നു. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനിമേൽ സംഭവിക്കുന്നത്. അത് 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലാണ്. നീ കണ്ടത് എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിക്കാൻ തക്കണം പോകുന്നത്. അതിൻ്റെ 11 മുതലുള്ള വാക്കുകളാണ് നീ കണ്ടത് എന്നുള്ള വിഷയം ആരംഭിക്കുന്നത്. അത് നമ്മൾ ഇന്ന് ഒത്തെങ്കിൽ നമ്മൾ ആരംഭിക്കും, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ ആരംഭിക്കും. ഇന്ന് നമ്മൾ 1-ാം അധ്യായം അതിൻ്റെ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇവിടെ നമ്മൾ വായിക്കുന്നത് നീ കണ്ടത് 1-ാം അധ്യായം, ഇപ്പോൾ ഉള്ളത് 2-3 അധ്യായം. ആസിയിലെ 7 സഭകളോട് പറഞ്ഞിരിക്കുന്ന ദൂതുകളാണ്. ഇനിമേൽ സംഭവിപ്പിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ. അത് ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. ഭാവി കാലത്ത് സംഭവിപ്പാൻ പോകുന്നതാണ്. 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയുള്ള കാര്യങ്ങൾ ഇന്ന് വരെ അത് സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ പോകുന്നു. നമ്മൾ അത് ആഴമായി പഠിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ വായിച്ച വാക്യം, നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ഇവിടെ നമ്മൾ നിങ്ങളുടെ സഹോദരൻ എന്ന് അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞ് ഇത്രയും വലിയ ഒരു ശ്രേഷ്ഠ അപ്പോസ്തലന്മാരിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയായിരിക്കുന്ന യോഹന്നാൻ, അദ്ദേഹം പറയുന്നത് ഞാൻ നിങ്ങളുടെ സഹോദരനാണെന്നാണ്. അതേപ്പറ്റി നമ്മൾ ചിന്തിച്ചു. തൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളി. അതാണ് തനിക്ക് എടുത്തു പറയാനുള്ളത്. അല്ലാതെ എനിക്ക് ഇത്രമാത്രം ഡിഗ്രിയും പഠനവും ഉണ്ടെന്നല്ല താൻ പറയുന്നത്. അതേ തൻ്റെ പഠനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതേ കർത്താവ് അവരെ ഇടിമക്കളെ വിളിച്ച് വേർതിരിച്ച ആ സംഭവമൊക്കെ നമുക്കറിയാം. അതേ അദ്ദേഹം ഇപ്പോൾ ഒരു ശ്രേഷ്ഠ അപ്പോസ്തലനാണ്. അദ്ദേഹം പറയുന്ന വാചകം, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. എൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ അപ്പോസ്തലനായ യോഹന്നാൻ എന്ന ഞാനെന്നല്ല, യോഹന്നാൻ എന്ന ഞാൻ. ദൈവത്തിന് സ്തോത്രം. തനിക്ക് കർത്താവ് കൊടുത്ത പേര് തന്നെ ഇടിമക്കളെന്നാണ്. അവര് റോമൻ ഗവൺമെന്റിനെ തകർത്ത് മറിക്കാൻ തക്കണം അതിൻ്റെ ടെററിസ്റ്റ് സംഘത്തിൽപ്പെട്ടവരായിരുന്നു ഈ ശബരി മക്കൾ. അതല്ലേ കർത്താവ് ശബരി ചെന്നപ്പോൾ അവരെ കർത്താവിനെ സ്വീകരിക്കാതെ വന്നപ്പോൾ കർത്താവ് ഏലിയാവ് തീയിറക്കിയ പോലെ അങ്ങ് തീയിറക്കാൻ പറഞ്ഞ് അത്രമാത്രം ചട്ടമ്പികളായിരുന്നു ഇവര്. എന്നാൽ കർത്താവ് 3.5 വർഷം അവരെ ബൈബിൾ ക്ലാസ് പഠിപ്പിച്ച് അവരെ മെരുക്കിയെടുത്ത് രാജ്യത്തിൻ്റെ ദൈവ കൃപയുടെ സുവിശേഷം, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിപ്പാൻ തക്കണം ചുമതലപ്പെടുത്തി അയക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. അവര് പെന്തക്കോസ്ത് നാളിൽ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം എത്ര മനോഹരമായി അവരെ ശുശ്രൂഷ ചെയ്തു. യോഹന്നാൻ സ്വാഭാവിക മരണം സ്വീകരിച്ചു. മറ്റുള്ളവർക്ക് രക്തസാക്ഷികളായിട്ട് മരിപ്പാൻ തക്കൊണ്ടയായിത്തീർന്നു. അതേ കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ പത്മോസ് എന്ന ദ്വീപിലേക്ക് വരാൻ കാരണം കൊണ്ട് 2 കാരണമാണ്. ദൈവത്തിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം. ഇതായിരുന്നു ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് പത്മോസ് എന്ന ദ്വീപിലേക്ക് കടന്നു വരുവാൻ തക്കണം ഇടയായി തീർന്നത്. യോഹന്നാന്റെ പേരിലുള്ള കുറ്റം എന്ന് പറയുന്നത് ദൈവവചന ഘോഷണവും കർത്താവിനെ കുറിച്ചുള്ള സാക്ഷ്യവുമായിരുന്നു. ഈ നാമത്തിന് അശേഷം മിണ്ടരുതെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ കണ്ടതും കേട്ടതും മിണ്ടാതിരിപ്പാൻ തക്കണം പറ്റത്തില്ല. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം വായിക്കുമ്പോൾ ദേവാലയ ഗോപുരത്തിന്റെ വാതിൽക്കരുന്ന മുടന്തനെ സൗഖ്യമാക്കിയില്ലേ പത്രോസും യോഹന്നാനും? പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മൃതനായ ഒരുത്തനെ ഭിക്ഷ യാചിപ്പാൻ കൊണ്ട് അവിടെ ഇരുത്തും. അത് വല്ലതും കിട്ടുമെന്ന് കരുതി ഇവരെ നോക്കിയപ്പോൾ പത്രോസും യോഹന്നാനും പറഞ്ഞ വാചകം, ഞങ്ങളെ നോക്കൂ, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ തരുന്നു, നസറേനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. എത്ര ധൈര്യമായിട്ടാണ് അവർ പറഞ്ഞത്. വലിയ സംഭവം ഉണ്ടായി, വലിയ കോലാഹലമുണ്ടായി. അവരെ പിടിച്ച് അതേ വിസ്തരിപ്പാൻ തക്കൊണ്ട് കൊണ്ടുപോയി. ഈ നാമത്തിൽ അശേഷം മിണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങളുടെ പിതാക്കന്മാർ യേശുവിനെ ക്രൂശിച്ചു വന്നു, പക്ഷേ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്നുള്ളത് ഞങ്ങൾ സാക്ഷികളാണ്. ഞങ്ങൾക്കത് മിണ്ടാതിരിപ്പാൻ തക്കണം ഒക്കത്തില്ല. അത്രമാത്രം ധീരതയോടെ ദൈവത്തിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യവും
അത് പ്രസ്താവിക്കുന്നതിൽ യാതൊരു അയവും വരുത്താത്ത അത് വ്യക്തികളായിരുന്നു ഇവർ. നമ്മൾ വെളിപ്പാട് പുസ്തകം 19:10 വായിക്കുമ്പോൾ യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് എന്നാണ് വായിക്കുന്നത്. പ്രവചനത്തിന്റെ ആത്മാവ്. ഇവർ വാസ്തവത്തിൽ അപ്പോസ്തലന്മാരാണെങ്കിലും പ്രവചനത്തിന്റെ ആത്മാവ് ഇവരുടെ മേൽ വ്യാപരിക്കുന്നുണ്ടായിരുന്നു. കാരണം യേശുവിന്റെ സാക്ഷ്യം വഹിക്കുന്ന ഈ പ്രിയപ്പെട്ടവർ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലേക്ക് വന്നിരിക്കുകയാണ്. തുർക്കിക്ക് അടുത്തുള്ള ഒരു ദ്വീപാണ് ഈ പത്മോസ്. ഈജിയൻ കടലിലുള്ള ഒരു ദ്വീപാണ്. യോഹന്നാൻ ഈ കാര്യം മടി കൂടാതെ ദൈവത്തിന്റെ വചനം അറിയിച്ചപ്പോൾ അവിടെ പല ശൂന്യവും വരണ്ടതുമായ പാറക്കെട്ടുകളുടെ ദ്വീപാണ് പത്മോസ്. കുറ്റവാളികളെ ഈ ദ്വീപിലേക്ക് നാട് നടത്തിക്കൊണ്ടിരുന്നു. അന്ന് റോമൻ ഗവൺമെന്റ് ആരെങ്കിലും കുറ്റത്തിന് പിടിച്ചു കഴിഞ്ഞാൽ ആ കുറ്റവാളികളെ അത് ചോദ്യം ചെയ്യാതെ അവരെ ഉടൻ തന്നെ ഈ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തുകയാണ്. വടക്ക് കരിങ്കടലുണ്ട്, പടിഞ്ഞാറ് ഈജിയൻ കടല്, തെക്ക് മെഡിറ്ററേനിയൻ കടല്. അങ്ങനെ ചുറ്റപ്പെട്ട ഒരു ഭൂവിഭാഗമാണ് ഏഷ്യ മൈനർ. ഏഷ്യ മൈനറിന് 90 മൈൽ പടിഞ്ഞാറ് ഭാഗത്തായും എഫസോസിന് 60 മൈൽ തെക്ക് പടിഞ്ഞാറായും സാമോസിന് 55 മൈൽ തെക്ക് പടിഞ്ഞാറായും ഏതൻസ് എന്ന് പറഞ്ഞ രാജ്യം കേട്ടിട്ടില്ലേ, ഏതൻസിന് 150 മൈൽ കിഴക്കായും ഈജിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് പത്മോസ് എന്ന് പറയുന്ന ദ്വീപ്. തുർക്കി രാജ്യത്തിനടുത്താണ്. 10 മൈൽ നീളം, 6 മൈൽ വീതിയുള്ള കടലിന്റെ നടുക്കുള്ള ഒരു ദ്വീപാണ്. അവിടെ അനേക കുറ്റവാളികളെ അത് നാട് കടത്തിക്കൊണ്ട് അക്കാലത്തിരുന്നു. ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ കാലത്താണ് യോഹന്നാൻ ഈ ദ്വീപിലേക്ക് കടന്നു വരാൻ ഇടയായത്. അവിടെ ചെന്നാൽ ഈ ദ്വീപ് കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയിട്ടുള്ള നമ്മുടെ വിസിറ്റേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്ന പാർശ്വ ഷാജി കേദാനികളൊക്കെ അവിടെ പോയി കാണണം. ഭയം ഉളവാക്കുന്ന ഒരു വികൃത രൂപമാണ് പത്മോസിനുള്ളത്. പാറക്കെട്ടുകളാൽ നിറഞ്ഞ ഊഷര ഭൂമിയാണ് പത്മോസ്. കടൽക്കാറ്റിന്റെ ഒരു വികരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുന്നുകളാലും പാറക്കെട്ടുകളാലും നിറഞ്ഞിരിക്കുന്ന അപകടകാരിയായ ഒരു ദ്വീപ്. പലപ്പോഴായി സംഭവിച്ചിട്ടുള്ള അഗ്നിസ്ഫോടനങ്ങളിൽ പൊട്ടിച്ചെതറി കിടക്കുന്ന പാറക്കഷങ്ങളെ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ അസ്ഥികളും തലയോട്ടുകളും ചെതറിക്കിടക്കുന്ന താഴ്വര കൊടുത്തു. യാതൊരു കരുണയും കാണിക്കാതെ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു തടവുകാരനായി യോഹന്നാനെയും അവിടേക്ക് നാട് കടത്താൻ തക്കൊണ്ടയായി. അത്ര ഭീകരമാണ് ഈ പത്മോസ് എന്ന് പറയുന്ന ദ്വീപ്. അന്നത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ പിടിച്ച് തിളപ്പിച്ച എണ്ണയിലിട്ടു. ആ തിളപ്പിച്ച എണ്ണയിൽ താൻ ആത്മാവിൽ ചെന്ന് വീണ് കഴിഞ്ഞപ്പോൾ എണ്ണ അങ്ങ് തണുത്തുപോയി. എന്തിനാണ് തന്നെ പിടിച്ചിട്ടത്? യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തമായിരുന്നു താൻ നാട് കടത്തപ്പെടാൻ തക്കൊണ്ണം ഇടയായി തീർന്നത്. താൻ നാട് കടത്തപ്പെടുന്നതിന് മുമ്പ് എഫെസോസ് സഭയുടെ പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തന്നെ നാട് കടത്തിയ സമയത്ത് താന് അവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണ്. അതേ അനേക കുറ്റവാളികൾ അവിടെ വന്നിട്ടുണ്ട്. അവരുടെ ഇടയിൽ താൻ ഏകനായി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ ദാസനായി നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. അനേക കുറ്റവാളികൾ നിരാശയിൽ കഴിഞ്ഞുകൂടുമ്പോൾ അതിന്റെ മധ്യത്തിൽ യോഹന്നാൻ ഏകനായി ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ട് ഈ കഷ്ടത നടുവിൽ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസനായി നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. AD 95 ഈ യോഹന്നാനെ അങ്ങോട്ട് നാട് കടത്തിയത്. അവിടെ നാട് കടത്തിയ സന്ദർഭത്തിൽ അവിടെ തനിക്ക് കർത്താവായ യേശു പ്രത്യക്ഷപ്പെട്ടു. ചില മാസങ്ങൾ ഈ ദ്വീപിൽ താൻ കിടക്കേണ്ടതായിട്ട് വന്നു. ആ കിടന്ന സന്ദർഭങ്ങളിൽ സ്വർഗീയ ദർശനം തനിക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും വരുമ്പോൾ അതിന്റെ മധ്യത്തിൽ ദൈവത്തിനൊരു ഗുണമുണ്ടാക്കി തരുന്ന അനുഭവം യോഹന്നാനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയും. ഇവിടെ വെച്ചാണ് കർത്താവ് തനിക്ക് പ്രത്യക്ഷപ്പെട്ടത്. തേജസ്കരിക്കപ്പെട്ട കർത്താവ് പ്രത്യക്ഷപ്പെട്ടതും ഇവിടെ വെച്ചാണ്. ഞാൻ അവനെ കണ്ടു എന്ന് അത് അനേക പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കണ്ടു 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 എന്ന്. ഇവിടെ വെച്ചാണ് അത് നീ കാണുന്ന ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ എന്ന് ഏത് സഭകൾക്ക് അയക്ക എന്ന് കാഹളനാദത്തിനൊത്ത ശബ്ദം അത് 11ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. ഇവിടെയും നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഈ വേദഭാഗം ഈ 6-7 മാസം കൊണ്ട് ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെല്ലാം തനിക്ക് ലഭിച്ചു. AD 95
അതിനുശേഷം അടുത്ത ചക്രവർത്തി വന്നപ്പോൾ, ഡൊമീഷ്യൻ മരിച്ചതിന് ശേഷം അടുത്ത ചക്രവർത്തി വന്നപ്പോൾ ട്രോജന്റെ കാലത്ത് അദ്ദേഹത്തെ തിരിച്ച് പത്മോസ് ദ്വീപിൽ നിന്ന് എഫെസോസിലേക്ക് കൊണ്ടുവരാൻ തക്കടിയായി. എഫെസോസിൽ വന്നതിന് ശേഷമാണ് ഇതൊരു പുസ്തക രൂപത്തിലാക്കി നമുക്ക് തരുവാൻ തക്കണം ഇടയായി തീർന്നത്. ഈ പത്മോസ് ദ്വീപിൽ ചെന്നപ്പോൾ നീ എഴുതുക എന്ന് പറഞ്ഞില്ലേ? എന്നോട് ഒരാൾ ചോദിച്ചു, അന്നേരം എഴുത്തുകളൊക്കെ യോഹന്നാന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇവരൊക്കെ എഴുത്തുകാരായിരുന്നു. യോഹന്നാൻ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ഇവരുടെ എല്ലാം കർത്താവിനെ കുറിച്ച് എഴുതുവാൻ തക്കമുള്ള ക്രമീകരണങ്ങൾ എവിടെ പോയാലും ഇവരുടെ കയ്യിലുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ എത്ര ലേഖനങ്ങൾ എഴുതുവാൻ തക്കണം ഇവിടെയായി തീർന്നു. അത് എഴുത്തുപോലെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ, അതിനുള്ള ക്രമീകരണം ഉള്ളത് കൊണ്ടല്ലേ പറഞ്ഞത് നീ എഴുതുക, കാണുന്നത് എഴുതുക എന്ന് പ്രത്യേകമായി അത് പറയുവാൻ തക്കണം ഇടയായി തീർന്നത്. AD 96 താൻ തിരിച്ചു വന്നതിന് ശേഷം ഈ പുസ്തകം നമുക്ക് ഒരു പുസ്തക രൂപത്തിലാക്കി ലഭിക്കാൻ തക്കണം ഇടയായി തീർന്നു. ജനസമൂഹത്തിൽ നിന്ന് അത് ഒറ്റപ്പെട്ട ഈ വ്യക്തി യാതൊരു മടിയും കൂടാതെ പത്മോസ് എന്ന ദ്വീപിൽ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ച കാര്യങ്ങളാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ വായിക്കുന്ന അങ്ങനെ 9ാമത്തെ വാക്യം തീർന്നു. ഇനി 10ാമത്തെ വാക്യമാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. അത് ഇനി നമ്മൾ കർത്തൃ ദിവസത്തെ കുറിച്ച് അല്പസമയം പഠിക്കാൻ തക്കൊണ്ട് പോവുകയാണ്. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. എന്താണ് ഈ കർത്താവിന്റെ ദിവസം? നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ അതിന്റെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം ദ ലോർഡ്സ് ഡേ എന്നാണ്. ദ ലോർഡ്സ് ഡേ. കർത്തൃ ദിവസം എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആഴ്ചവട്ടത്തിന്റെ 1ാം ദിവസമായ ഞായറാഴ്ചയാണ്. ദൈവമക്കൾ അത് പ്രത്യേകം മനസ്സിലാക്കി പോകണം. ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ കർത്താവിന്റെ ദിവസത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അത് കർത്താവ് യഹോവയുടെ നാൾ എന്ന് പഴയ നിയമത്തിൽ പലയിടത്തും പറയുന്നുണ്ട്. അവിടെയൊക്കെ അതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ദ ഡേ ഓഫ് ദ ലോർഡ് എന്നാണ്. എന്നാൽ കർത്തൃ ദിവസം ദ ലോർഡ്സ് ഡേ എന്നുള്ള പദം നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10ാമത്തെ വാക്യത്തിൽ മാത്രമേ ബൈബിളിൽ കാണുന്നുള്ളൂ. അതേ ലോർഡ്സ് ഡേ, കർത്താവിന്റെ ദിവസം, കർത്തൃ ദിവസം. ഇവിടെ മാത്രമേ ഉള്ളൂ ബൈബിളിൽ ദ ലോർഡ്സ് ഡേ എന്ന് കാണുന്നുള്ളൂ. ദൈവമക്കൾ അത് കുറിക്കൊണ്ടാണ്. എന്നാൽ യഹോവയുടെ നാൾ, കർത്താവിന്റെ ദിവസം, ഈ പദങ്ങളെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മൾ പഠിച്ചു പോകുമ്പോൾ സംശയം തീർത്ത് കടന്നു പോകണം. ദൈവത്തിന് സ്തോത്രം. ആദിമ അപ്പോസ്തലന്മാർ അതേ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഞായറാഴ്ച ദിവസം, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ, ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളാണല്ലോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. അതിനുശേഷം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അവർ ആരാധനയ്ക്കായി കൂടി വന്നെന്നുള്ളത് വേദപുസ്തകത്തിൽ പല തെളിവുകൾ നമുക്ക് കാണുവാൻ തക്കണം കഴിയും. ആദ്യമായിട്ട് അപ്പോസ്തലപ്രവൃത്തി, മാറി മാറി വായിക്കണേ. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കാം. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചത് കൊണ്ട് അവരോട് സംഭാഷിച്ചു. പാതിരാ വരെയും പ്രസംഗം നീട്ടി. നിങ്ങൾ ശ്രദ്ധിക്കണം, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. അവിടെ എഴുതിക്കുന്ന പ്രത്യേക പദം ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ. ഇവിടെ ത്രോവാസിൽ അപ്പോസ്തലനായ പൗലോസൊക്കെ വന്നിരിക്കുകയാണ്. അതിനു മുൻപ് 19-ാം അധ്യായത്തിലൊക്കെ വലിയ കലകവും പ്രശ്നങ്ങളും ഉണ്ടായ സംഭവങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 17-18 അധ്യായങ്ങളൊക്കെ കാണുവാൻ തക്കണം കഴിയും. ഇവരെ വിസ്തരിപ്പാൻ തക്കണം പോയതും അവിടെ ഒരു വ്യക്തിയുടെ സൗഖ്യം ലഭിച്ചതൊക്കെ സംബന്ധിച്ച് ഒക്കെ ഉള്ള സംഭവങ്ങൾ ഇവരുടെ മിഷണറി യാത്രയിൽ നമുക്ക് കാണുവാൻ തക്കണം കഴിയും. ഇവിടെ യെരുശലേമിലേക്ക് പോകാൻ തക്കണം ഇവരെ യാത്ര ചെയ്യാണ്. ത്രോവാസിൽ വന്നപ്പോൾ അവിടെ ഉള്ള ദൈവജനത്തെ വിളിച്ചുകൂട്ടി അവിടെ പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ അവർ തീരുമാനിച്ചു. അത് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. അവർ കൂടി വന്നതിന്റെ ഉദ്ദേശം എന്താണ്? അപ്പം നുറുക്കുവാനാണ്. കർത്താവിന്റെ മേശ, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. ഇനി അടുത്തൊരു വാക്യം കൂടെ വായിക്കാം. 1 കൊരിന്ത്യർ 16-ന്റെ 1-2 വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 16-ന്റെ 1-2. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരിതിച്ചോ തന്റെ പക്കൽ വെച്ചുകൊള്ളണം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ, അത് ശനിയാഴ്ച ദിവസം സ്തോത്രാഴ്ച എടുത്തായിട്ട് അത് നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. ശബദം എന്ന് പറയുന്നത് എൻ്റെ ഒരു
ഒരു പ്രസംഗ വിഷയമാണ് ശാബത്ത്. അത് ഞാനൊരു ദുരിതവശങ്ങളെ കണ്ണിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇന്റർനെറ്റ് നോക്കുമ്പോൾ യൂട്യൂബിൽ ശാബത്ത് മിഷീന്റെ ദുരിതദേശ ഖണ്ഡനം എന്നുള്ളത് 10-45 പേജ് എഴുതി ഞാൻ പ്രസംഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് എല്ലാ ഭാഗങ്ങളും പറയാൻ തക്കുള്ള സമയം ഇല്ലെങ്കിലും സമയം ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു വിടാം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഞാൻ ഗലാത്യ സഭകളോട് പറഞ്ഞതുപോലെ, അപ്പം ഗലാത്യ സഭകൾ ഉള്ളതും ഗലാത്യ സഭകളെല്ലാം ഈ തുർക്കിയിലാണ് കേട്ടോ. അവിടെ അനേക സഭ ഉണ്ടായിരുന്നു. എല്ലാം ഈ 7 സഭകൾ മാത്രമല്ല, എഫെസോസ്, സ്മിർന, പെർഗമോസ്, തുയത്തീര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക, 7 സഭകൾ മാത്രമല്ല. നമ്മൾ പഠിച്ചു വരുമ്പോൾ പിന്നെയും നമ്മൾ അതേ പറ്റി മനസ്സിലാക്കും. അവിടെ തന്നെയുള്ള അതേ ഉള്ള സഭകളാണ് ഈ ഗലാത്യ സഭകൾ. അനേക സഭകളുണ്ട്. ത്രോവാസ് സഭ ഉണ്ടായിരുന്നു, മിലേത്തോസ് സഭ ഉണ്ടായിരുന്നു, അതുപോലെ കൊലോസ്യ സഭ. അത് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം തുർക്കിയിൽ ഉൾപ്പെടുന്ന സഭകളാണ്. പൗലോസിന്റെ 3 വർഷക്കാലത്തെ ബൈബിൾ ക്ലാസ് മുഖാന്തരമാണ് ഇവിടെ ആശയിൽ പാർക്കുന്നവർ എല്ലാവരും ദൈവജനം കേട്ടതാണ് നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. അതേപ്പറ്റിയൊക്കെ നമ്മൾ ഇനിയും പഠിക്കാൻ തക്കൊണ്ട് പോവുകയാണ്. ഇവിടെ വായിക്കുന്നു, ഞാൻ ഗലാത്യ സഭയോട് ആജ്ഞാപിച്ചതുപോലെ. എന്താ ഗലാത്യ സഭയോട് പറഞ്ഞത്? ഗലാത്യ സഭയോടും പറഞ്ഞത് ഇത് തന്നെയാ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ നിങ്ങൾ ആരാധിക്കാൻ കൂടി വരുമ്പോൾ അന്ന് ധർമ്മശേഖരം നടത്തണം. ഇവിടെ വായിക്കുകയാണ്, ഗലാത്യ സഭയോട് വീണ്ടും പറയാണ്. അതേ ഞാൻ ഗലാത്യയിലുള്ള സഭകളോട് പറഞ്ഞപ്പോൾ തന്നെ വീണ്ടും കൊരിന്ത്യ സഭയോടും അതേ സഭയോടും പറയുകയാണ്. ഞാൻ ഗലാത്യ സഭയോട് കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് കൊരിന്ത്യ സഭയോടും പറയുകയാണ്. ഞാൻ വന്നതിന് ശേഷം സ്തോത്രാഴ്ച എടുത്ത് കാത്തിരിക്കാതെ നിങ്ങൾ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ വരുന്തോറും, 1-ാം നാൾ കൂടുകയല്ലേ, അപ്പം നുറുക്കാൻ കൂടത്തില്ലേ, ആരാധിപ്പാൻ കൂടത്തില്ലേ, അന്ന് നിങ്ങൾ ധർമ്മശേഖരം ശേഖരിക്കണം എന്ന് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നു. ഈ പഴയ നിയമ കാലത്ത് ശബത്ത് ദിവസത്തെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ഓർക്കുക എന്ന് 10 കൽപ്പനകളിൽ 4-ാമത്തെ കൽപ്പനയാണ് ശബത്ത് ദിവസം. നമ്മൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ 10 കൽപ്പനകളെ കുറിച്ചുള്ള വിശേഷതകൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ആ 10 കൽപ്പനകളെ കുറിച്ച് ഞാൻ സമയം കിട്ടുമ്പോൾ അതിനെപ്പറ്റി പുതിയ നിയമത്തിൽ നിറവേറിയതും ഒക്കെ ആ 10 കൽപ്പനകളെ കുറിച്ച് നമുക്ക് പഠിപ്പാൻ തക്കൊണ്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അതിൽ 4-ാമത്തെ കൽപ്പനയാണ് ശബത്ത് നാളിനെ അതേ ശുദ്ധീകരിപ്പാൻ തക്കണം ഓർക്കുക. ശബത്തിനെ നിങ്ങൾ ആചരിക്കണം എന്ന് കർത്താവ് പറയും. പിന്നീട് പറയുന്നുണ്ട്, തലമുറയായും നിങ്ങൾ തലമുറയായി ശബത്തിനെ ആചരിക്കണം. അന്നൊരു വേലയും ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് ശബത്ത് നാളിൽ ഏറ്റവും അതേ താൻ സൗഖ്യമാക്കിയതും അനേകരെ വിടുവിച്ചു. അതൊക്കെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നപ്പോൾ കർത്താവ് ചോദിച്ചു, അതേ പരീശന്മാരും ശാസ്ത്രിമാരുമായുള്ളവരെ, അതേ ശനിയാഴ്ച ദിവസം, ശാബത്ത് ദിവസം നിങ്ങളുടെ ഒരു പശു കിണറ്റിപ്പോയാൽ നിങ്ങൾ അതിനെ എടുക്കാറില്ലേ? ദൈവത്തിന് സ്തോത്രം. ഈ ശാബത്തുകാരെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് കേരളത്തിലും അമേരിക്കയുടെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. അവരും ശബത്ത് ആചരിക്കുന്നുണ്ടെങ്കിലും ശബത്ത് ദിവസം ആരാധിക്കാൻ കൂടി വരുന്നുണ്ട്. അവർ ശബത്തിനെ അതിന്റെ പ്രമാണം അനുസരിക്കാത്തവരാണ്. അതേ ശനിയാഴ്ച ദിവസം, ശബത്ത് ദിവസം ഇത്ര മൈൽ ദൂരം നടക്കരുതെന്ന് വചനത്തിലുണ്ട്. ഇന്നും അവർ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ നടന്നാൽ അവനെ കല്ലെറിഞ്ഞു വരണമെന്നാണ്. അപ്പൊ കല്ലെറിയേണ്ടത് ആരാ? നമ്മളെ കല്ലെറിയേണ്ടത്. നമ്മളും കല്ലെറിയാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ശബത്തിനെ ലംഘനക്കാരായിട്ട് വരും, ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നവരായിട്ട് വരും. അപ്പൊ ഞാൻ പറഞ്ഞു താല്പര്യം, ശബത്തിനെ അവർ തന്നെ പ്രമാണിക്കുന്നില്ല. അവർ പറയുന്ന ഒരൊറ്റ വാചകം, എല്ലൻ വൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഈ ശബത്ത് ദിവസം ആചാരമായി അവരൊരു സ്വപ്നം കണ്ടു. എല്ലൻ വൈറ്റ് എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ, ഒരു ലേഡിയാ ഈ ശാബത്ത് മിഷൻ ആരംഭിച്ചത്. അവളൊരു സ്വപ്നം കണ്ടു. രാത്രി കിടന്നപ്പോൾ അവൾ സ്വർഗത്തിൽ പോയി. അപ്പൊ അവിടെ നിയമപട്ടകത്തിന്റെ അകത്ത് ദൈവത്തിന്റെ കൽപ്പനകൾ 10 കൽപ്പന ആയ 2 പലകൾ കണ്ടു. അതിൽ 4-ാമത്തെ കൽപ്പന ഇങ്ങനെ തേജസ്സോടെ ശോഭിക്കുന്നതായി കണ്ടു. അങ്ങനെയാണ് ആ സ്ത്രീയാണ് ശാബത്ത് മിഷൻ ആരംഭിപ്പാൻ തക്കണം ഇടയായി തീർന്നത്. ദൈവത്തിന് നമ്മുടെ പ്രമാണം ഒരാൾ സ്വപ്നം കണ്ടതല്ല, ദൈവത്തിന്റെ വചനം എന്താണ് പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അവർ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ നിങ്ങൾ കൂടി വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഇനി കൊലോസ്യ ലേഖനം 2-ാം അധ്യായം
16ഉം 17ഉം വാക്യം ഒന്ന് വായിച്ചാട്ടെ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 16 വാക്യം. അതുകൊണ്ട് പാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. നോക്കണമേ, ദേഹം എന്നുള്ളത് ക്രിസ്തുവിനുള്ളത്. ഇവിടെ വായിച്ച വേദഭാഗം നമ്മുടെ പ്രിയപ്പെട്ട ബാബു വായിച്ചത്, അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാള്, വാവ് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഈ ആദിമകാലത്ത് ക്രിസ്ത്യ സഭയ്ക്ക് പ്രത്യേക ആചാരങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനു മുമ്പുണ്ടായിരുന്നു. ശബത്താചാരം ഉണ്ടായിരുന്നു, ഭക്ഷണ പാനങ്ങൾ സംബന്ധിച്ചുള്ളതായ നിയമങ്ങൾ ഉണ്ടായിരുന്നു, പെരുന്നാള്, വാവ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ഇനി നിങ്ങൾക്ക് ആരും നിങ്ങളെ വിധിക്കരുത്. ഇതെല്ലാം വരുവാനിരുന്നവയുടെ നിഴലത്രേ എന്നാണ് പറഞ്ഞത്. ശബത്താചരണം, ശനിയാഴ്ച ദിവസം ദൈവമക്കളെ, അത് പഴയ നിയമത്തിൽ യഹൂദന്മാർ ആചരിച്ച പോലെ ആചരിപ്പാൻ തക്കവണ്ണം പുതിയ നിയമ വിശ്വാസികളായിരിക്കും നമുക്ക് വ്യവസ്ഥയില്ല എന്ന് ഓർക്കണം. എന്തുകൊണ്ടെങ്കിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ കൂടി വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കാം. 20-19. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ചു വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ കേട്ടോ, അവിടെ വായിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു അന്നാണ് ഉയർത്തെഴുന്നേറ്റത്. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം എന്ന് പറയുമ്പോൾ 5 പേർക്ക് അന്ന് പ്രത്യക്ഷപ്പെട്ടു കർത്താവ്. 5 പേർക്ക് കേട്ടോ. ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം തന്നെ 5 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. അതിലാദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്ക കഴിയും. ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടത് കുറച്ച് സ്ത്രീകൾക്കാണ്. 2-3 സ്ത്രീകൾ. അവർ കല്ലറ കാണാൻ ചെന്നപ്പോൾ അവർക്കും പ്രത്യക്ഷപ്പെട്ടു. അത് മത്തായി സുവിശേഷം 28-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് കാണുവാൻ കഴിയും. അവർ തന്നെ ഓടി വന്ന് മറ്റു സ്ത്രീകളോട് പറഞ്ഞു. വേറെയും കുറേ സ്ത്രീകൾ പോയി, അവരും കല്ലറ കാണാൻ ഓടിച്ചെന്നു. അവിടെ കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ വേറെ കുറച്ച് സ്ത്രീകൾക്ക്, ഈ 3 പേരെ കൂടാതെ വേറെ കുറെ പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇതെല്ലാം മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന കാര്യമാണ്. ഇതെല്ലാം വന്ന് പത്രോസിനോട് പറഞ്ഞപ്പോഴത്തേക്ക് പത്രോസ് ഉണ്ടല്ലോ, പത്രോസ് ഓടിപ്പോയി. ആ പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു. അത് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ആദ്യം കേഫാവിന് പ്രത്യക്ഷപ്പെട്ടു. അതാണ് പത്രോസ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പൗലോസ് എഴുതിയിരിക്കുകയാണ്. ആദ്യം സഹോദരന്മാരിൽ ആദ്യം പത്രോസിനാണ് പ്രത്യക്ഷപ്പെട്ടത്. അന്ന് തന്നെ 2 ശിഷ്യന്മാർ എമ്മോസിലേക്ക് പോയില്ലേ? ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അതിൽ ഒരാളുടെ പേര് ക്ലയോഫാവ് എന്നായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ പോയത്. 2 പേരാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് 2 പുരുഷന്മാരെന്നല്ല, 2 പേര്. അവർ ഭാര്യയും ഭർത്താവും കൂടെ ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞ് ഈ സ്ത്രീകളും പറഞ്ഞ് ഇവരങ്ങ് പേടിച്ചു പോയി. ക്ലയോഫാവ് ഭാര്യയും കൂടി. ഇവർ യെരൂശലേമിൽ കർത്താവിന്റെ വചനം കേൾക്കാൻ ഈ സംഭവങ്ങൾ സമയത്ത് ഇവരുടെ ഉണ്ടായിരുന്നു. അവരും യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരുന്നു. ഈ ക്ലയോഫാവും അവൻ തന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, വാടി നമുക്ക് ഇവിടെ നിന്ന് പോകാന്ന് പറഞ്ഞു. കാരണം ആ ഭാര്യയ്ക്ക് സമ്മതമൊന്നുമില്ലായിരുന്നു. എന്നാൽ വഴി നീളെ അവർ 2 പേരും അവിടെ എഴുതിയിരിക്കുന്നത് അവർ സംസാരിച്ചു, ഭയങ്കര സംസാരം. പിന്നെ വായിക്കുന്നു, അവർ തർക്കിച്ചു. നിങ്ങൾ 24-ാം അധ്യായം വായിച്ചു നോക്കണം. അവർ ആദ്യമേ സംസാരം, സഹോദരിമാരുടെ സംസാരം എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ നിങ്ങളെ അല്ല കേട്ടോ, ഈ പ്ലാറ്റ്ഫോമുള്ളവരല്ല ഈ പറയുന്നത്. ഞങ്ങളിവിടെ സഭയും കഴിയുമ്പോഴത്തേക്ക് സഹോദരിമാരുടെ 100-300 പേരുള്ള സഭയുണ്ട്. അയ്യോ, ആണ പൊട്ടുന്ന പോലെയാണ് സംസാരം. ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴും നല്ല സ്തോത്രം ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഭാര്യ ഭർത്താവായുണ്ട, ഭാര്യ ഭയങ്കര സംസാരം. എന്നുവെച്ചാൽ നമുക്ക് പോകണ്ടെന്ന് പറഞ്ഞു, ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞു. ഇല്ലടി നമുക്ക് പോവാം. പുള്ളി അങ്ങ് പേടിച്ചു പോയി. അപ്പൊ പിന്നെ വായിക്കുന്ന അവർ തർക്കിച്ചെന്നാ. തർക്കം എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ചുള്ള തർക്കം. ഈ സഹോദരി ഭാര്യയും ഭർത്താവാണല്ലോ ഈ തർക്കം കൂടുന്നത്. എനിക്ക് പല ഉദാഹരണം പറയാനുണ്ട്. പിന്നെ അവിടെ വായിക്കുന്ന അവർ വാദിച്ചെന്നാ. നിങ്ങൾ 24-ാം അധ്യായം 3 കൂട്ടം കാര്യമാണ്. അത് നിങ്ങൾ ഒരു പക്ഷെ മനസ്സിലാക്കി കാണത്തില്ലായിരിക്കും. 24-ാം അധ്യായത്തിൽ ക്ലയോഫാവും 2 പേരെന്ന് എഴുതിക്കുന്നത്. അവർ ഭാര്യയും ഭർത്താവുമായിരുന്നു. അവർ 2 പേരും സംസാരിച്ചു, തർക്കിച്ചു, വാദിച്ചു. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം തന്നെ 5 കൂട്ടർക്ക് പ്രത്യക്ഷപ്പെട്ടത്. 5-ാമത് പ്രത്യക്ഷപ്പെട്ടത് എമ്മോസിലേക്ക് പോയ ഈ ഭാര്യയും ഭർത്താവിനുമാണ്.
അവർ വാദിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്താ ഈ വാദിക്കുന്നത് ചോദിച്ചു. അപ്പൊ നീ ഒരുത്ത മലിഞ്ഞു കയറി വന്നിരിക്കുന്നു. യേശു ആണെന്നെ കാണിച്ചില്ല. നീ ഒരുത്തൻ ഇതിന്റെ ഇടയ്ക്ക് വന്ന് വലിഞ്ഞു കയറിയോ? നീ മാത്രം പരദേശിയായി താമസിക്കുന്ന ഈ ക്ലയോപ്പ വന്ന് ചൂടാകാണ്ടേ? അതെ, നീ മാത്രം ഈ കാര്യമൊന്നും അറിഞ്ഞില്ലയോ? യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഉടനെ കർത്താവരെ വിളിച്ചു എന്താണ്, ബുദ്ധിമാന്മാരെ, അല്ല ബുദ്ധിഹീനരെ. ഞാൻ ഈ ക്ലയോപ്പാവിന്റെയും ഭാര്യയുടെയും ഞാൻ ഈ ഡ്രാമ കളിപ്പിക്കാൻ, സ്കിറ്റ് കളിപ്പിക്കാൻ വലിയ മിടുക്കല. ഞാൻ ഡൽഹിയിലെ ഇത് ഡ്രാമ കളിപ്പിച്ചപ്പം കുഞ്ഞുങ്ങള് ബുദ്ധിഹീനരെന്നുള്ള കാര്യം മറന്നുപോയി. ആ പൊട്ടന്മാരെ എന്നാണ് അവർ വിളിച്ചത്. അപ്പൊ എന്തെങ്കിലും ആട്ടെ, രണ്ട് ശരിയാ. ആ പൊട്ടന്മാരെ ഇന്ന് ഞാൻ അവർക്ക് എനിക്ക് ചെയ്തു വരുന്നുണ്ട്. യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ളത് ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, യേശു ക്രിസ്തു ഇങ്ങനെ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം എന്നുള്ളത് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടില്ലേ? മോശയുടെ ന്യായപ്രമാണം, സങ്കീർത്തനം, പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത് എല്ലാം എടുത്തങ്ങോട്ട് തെളിയിച്ചു കൊടുത്തു. ഒരു 10-70 മൈൽ ദൂരം നടക്കണം ഈ എമ്മോസ് എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് പോകാനേ. ആ വഴിനീളെ കർത്താവ് സംസാരിച്ചു. കർത്താവാണെന്ന് അവരെ കാണിച്ചില്ല. അതേ, ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അവരുടെ ഉള്ളം കത്തി. അവിടെ 5 കൂട്ടം സംഭവം ഉണ്ടായി. ഈ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം പഠിക്കുമ്പോൾ 5 സംഭവങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, കല്ലറ തുറന്നു, അതൊരു വലിയ സംഭവമായിരുന്നു. 2, അവിടെ നമ്മൾ വായിക്കുന്ന തിരുവെഴുത്തുകളെ തുറന്നു, തിരുവെഴുത്ത്, വേദപുസ്തകം തിരുവെഴുത്തുകളെ തുറന്നു. 3, ഇവരുടെ കണ്ണ് തുറന്നു എന്ന് നമ്മൾ വായിക്കുന്നു. 4, നമ്മൾ വായിച്ചു വരുമ്പോൾ അതേ അവരുടെ ജീവിതത്തിൽ സ്വർഗം തുറന്നതായും നമുക്ക് കാണുവാൻ കഴിയുന്നു. 24-ാം അധ്യായത്തിൽ 5 കൂട്ടം സംഭവം ഉണ്ട്. ഒരെണ്ണം എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയി. 1, കല്ലറ തുറന്നു. 2, അതേ ഇവരുടെ ബുദ്ധിയെ തുറന്നു, തിരുവെഴുത്തുകളെ തുറന്നു, കിട്ടി തിരുവെഴുത്തുകളെ തുറന്നു, വേദവസ്ത്രം തുറന്നു. 3, ഇവരുടെ ബുദ്ധിയെ തുറന്നു. 4, ഇവരുടെ കണ്ണ് തുറന്നു. 5, സ്വർഗം തുറന്നു. കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. കേട്ടോ? അവസാന ഭാഗത്ത് വായിക്കുമ്പോൾ സ്വർഗം തുറന്ന് കർത്താവ് ആരോഹണം ചെയ്തു. നിങ്ങൾ ഈ സംഭവം മറക്കരുത്. 5 ഭയങ്കര അത്ഭുതമാണ് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നടന്നത്. 1, കല്ലറ തുറന്നു. അടുത്ത ആഴ്ച ചോദിക്കും. 2, തിരുവെഴുത്തുകളെ തുറന്നു. 3, ഇവരുടെ ബുദ്ധിയെ തുറന്നു. 4, ഇവരുടെ കണ്ണ് തുറന്നു. 5, സ്വർഗം തുറന്നു. എംബസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെട്ട ആഴ്ചവെടുത്തിന്റെ 1-ാം ദിവസം. 1, ആദ്യം മക്കളെക്കാർത്തി മറിയിക്കുക, മർക്കോസ് 16-ന്റെ അത് സെക്കൻഡ് പാരഗ്രാഫ് നോക്കിയാൽ മതി. ആദ്യം പ്രത്യക്ഷപ്പെട്ട മക്കളെക്കാർത്തി മറിയിക്കുക, ഉയർത്തെഴുന്നേറ്റ കർത്താവ്. 2ാമത് പ്രത്യക്ഷപ്പെട്ടത് 3 സ്ത്രീകൾക്ക്. 3ാമത് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ 3ാമത് പ്രത്യക്ഷപ്പെട്ടത് 3 കൂടുതലുള്ള സ്ത്രീകൾക്ക്. 4ാമത് പ്രത്യക്ഷപ്പെട്ടത് കേഫാവിന്, പത്രോസിന്. 5ാമത് പ്രത്യക്ഷപ്പെട്ടത് എമ്മോസിലേക്ക് പോയ ഈ ഭാര്യയും ഭർത്താവിന്റെ, ക്ലയോപ്പാവും അവന്റെ ഭാര്യയുടെ പേര് എനിക്കറിയത്തില്ല. അത് കണ്ടുപിടിച്ച ആൾക്കാരുണ്ടെന്ന് അറിയുന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. D.L. മൂഡി തന്റെ സംഭാഷണത്തിൽ ഇത് ക്ലയോപ്പാവും ഭാര്യയുമാണെന്ന് വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട്. ദൈവസ്തോത്രം. അപ്പൊ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് ഈ കർത്തൃ ദിവസം ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ കൂടി വരുന്നത്. അതേ, ഈ ഞായറാഴ്ച ദിവസം തന്നെ നിങ്ങൾ കൂടി വരണമെന്ന് കർത്താവ് പറഞ്ഞില്ല. പക്ഷെങ്കിൽ അവർ ക്രിസ്ത്യാനികളായി തീർന്നപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആരാധിപ്പാൻ തക്കൊണ്ണം അവർ വീട് തോറും കൂടി വന്ന രംഗങ്ങൾ നമുക്ക് കാണുവാൻ തക്കൊണ്ണം കഴിയുന്നു. പിന്നീട് ഞായറാഴ്ച ദിവസം അതേ ആരാധനയുടെ ദിവസമാക്കി അവരത് മാറ്റുവാൻ തക്കൊണ്ണം ഇടയായി തീർന്നു. 1 കൊരിന്ത്യർ 16-2 ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ കർത്തൃ ദിവസം എന്നുള്ള പ്രയോഗം ഇവിടെ മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. 2 പത്രോസ് 3-ാം അധ്യായം അതേ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരുമെന്നുള്ളത് ഡേ ഓഫ് ദ ലോഡ് എന്നാണ് ഇരിക്കുന്നത്. ഡേ ഓഫ് ദ ലോഡ്, കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. ഇനിയും ഞാൻ ഈ ഭാഗത്തെക്കുറിച്ച് കുറച്ച് കാര്യം കൂടെ നമുക്ക് ഓർപ്പിക്കാൻ തക്കൊണ്ട് വഴിയാണ്. ഇത് പഠിച്ചു വേണം പോകാൻ. ഇത് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തന്നെ, ഞായറാഴ്ച ദിവസം തന്നെയാണ് പത്മോസ് ദ്വീപിൽ യോഹന്നാന് കർത്താവ് പ്രത്യക്ഷപ്പെട്ടെന്നുള്ളത് ഞാൻ തെളിയിച്ച് ഉറപ്പിച്ച് നിങ്ങളോട് സംസാരിക്കുകയാണ്. കാരണം ശനിയാഴ്ച വരെയും താൻ അതേ ക്ലേശം സഹിച്ച് അല്പം നിരാശയൊക്കെ തനിക്ക് വന്നു കാണും.
എന്നാൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആയപ്പോൾ യേശുക്രിസ്തുവിന്റെ മാർവിൽ, മർക്കോസിന്റെ മാളികയിൽ അവന്റെ മാർവിൽ ചാരിയുന്ന സംഭവങ്ങളൊക്കെ യോഹന്നാൻ ഇങ്ങനെ ഓർത്ത് അയവിറക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ കർത്താവായ യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ആ കൊട്ടയും ചുമന്നുകൊണ്ട് നടന്നത് താൻ ഇങ്ങനെ ഓർത്തു. അതേ താബോർ മലയിൽ 3 പേര് കയറിയ കൂട്ടത്തിൽ ഈ യോഹന്നാൻ ഉണ്ടായിരുന്നല്ലോ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അവരുടെ മുമ്പിൽ കർത്താവ് രൂപാന്തരപ്പെട്ടപ്പോൾ മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ടത് ശനിയാഴ്ച വരെയും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവങ്ങളെല്ലാം ഓർത്തുകൊണ്ടിരിക്കുകയാണ്. യോഹന്നാന് അതേ തിബരിയോസ് കടൽ തീർത്ത് വെച്ച് അതേ പ്രത്യക്ഷപ്പെട്ട ആ സംഭവം യേശുവിനെ തിരിച്ചറിഞ്ഞ യോഹന്നാൻ അതെല്ലാം ഇങ്ങനെ ഓർത്തു വന്നപ്പോൾ ഞായറാഴ്ച ദിവസം പുലർന്നു അവൻ ആരാധന ആരംഭിച്ചു, കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പോസ്തലന്മാർ കൂടി വന്ന ആ ദിവസം, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആരാധിക്കുന്ന ആ ദിവസം വന്നപ്പോൾ താൻ ആത്മാവിലായി ദൈവത്തെ സ്തുതിച്ചു. കർത്തൃ ദിവസം വന്നപ്പോൾ തനിക്ക് അടങ്ങിയിരിപ്പാൻ തക്കണം കഴിഞ്ഞില്ല, അവൻ ദൈവത്തെ ആരാധിപ്പാൻ തക്കണം തുടങ്ങി. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ നാളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കർത്തൃ ദിവസം എന്ന് പറഞ്ഞാൽ ലോർഡ്സ് ഡേ അല്ല, ഈ കർത്താവിന്റെ നാളെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു 2-3 ഭാഗങ്ങൾ നമ്മൾ അത് ചിന്തിക്കാൻ തക്കണം പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിൽ യെശയ്യാ പ്രവചനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം ആദ്യം ഒന്ന് വായിച്ചാട്ട്. നിങ്ങൾ എന്റെ സന്നിധിയിൽ വരുമ്പോൾ എന്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചത് ആര്? യെശയ്യാ 2:12 ഒന്നുകൂടെ വായിച്ചു. സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർവവും ഉന്നത ഭാവമുള്ള എല്ലാറ്റിന്മേലും നിഗളമുള്ള എല്ലാറ്റിന്മേലും വരും, അവർ താണു പോകും. തെറ്റുവാറ്റി നമ്മളെ ബൈബിൾ ക്ലാസ് താമസിച്ചു പോകും കേട്ടോ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാൾ, അത് ആ നാൾ എന്താണെന്ന് അറിയാമോ? ദുഷ്ടന്മാരെ ന്യായം വിധിക്കുന്ന ആ നാളിനെയും യഹോവയുടെ നാളെന്നാണ് പഴയ നിയമത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ വായിക്കുന്ന യെശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത് യഹോവയുടെ നാൾ എന്ന് പറയുന്നത് ദുഷ്ടന്മാരുടെ മേലുള്ള ന്യായവിധിക്കും യഹോവയുടെ നാൾ, ദ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. യോവേൽ പ്രവചനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു, അത് സർവശക്തന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു. യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. ഏതിനെയാ കാണിക്കുന്നത്? ഈ യഹോവയുടെ നാളിനെ കുറിച്ചാണ് കാണിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന യഹോവയുടെ നാളെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഞായറാഴ്ച ദിവസമല്ല. യഹോവയുടെ നാളെന്ന് പറയുന്നത് ദുഷ്ടന്മാരുടെ മേൽ വരുന്ന ന്യായവിധിയെ കുറിച്ചാണ്. അന്ന് സകല ശൃംഗാര ഗോപുരങ്ങളിന്മേലും ദൈവത്തിന്റെ ന്യായവിധി വരുമെന്നാണ് യെശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഗർവമുള്ള സവർണരുടെ മേലും ദൈവത്തിന്റെ ന്യായം വരും, സകല ശൃംഗാര ഗോപുരങ്ങളുടെ മേലും ദൈവത്തിന്റെ ന്യായവിധി വരും. പഴയ നിയമത്തിൽ യഹോവയുടെ നാൾ, യഹോവയുടെ ദിവസം എന്ന് അനേക പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളത് ദുഷ്ടന്മാരുടെ മേൽ വരുന്ന ന്യായവിധിയെ കുറിച്ചാണ്. സെഫന്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കാം. സെഫന്യ 1:7. യഹോവയായി കർത്താവിന്റെ സന്നിധിയിൽ മിണ്ടാതിരിക്കുക, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. യഹോവ ഒരു യാഗസദ്യ ഒരുക്കി താൻ ക്ഷണിച്ചവരെ വിശദീകരിച്ചുമിരിക്കുന്നു. യഹോവയുടെ ദിവസം വന്നിരിക്കുന്നു. നമ്മൾ വായിക്കുന്നില്ല, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. യഹോവയുടെ നാൾ വരുന്നതിന് മുൻപേ ഞാൻ ഏലിയാ പ്രവാചകനെ അയക്കുമെന്ന് മലാക്കി പ്രവചനം 4-ാം അധ്യായത്തിൽ വായിക്കുന്നില്ലേ? യഹോവയുടെ നാൾ വരുന്നതിന് മുമ്പേ. അവിടെ എല്ലാം ഉപയോഗിക്കുന്ന പദം എന്തെന്നറിയാമോ? ഡേ ഓഫ് ദ ലോർഡ് കേട്ടോ എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനി പുതിയ നിയമത്തിലേക്ക് വരാം. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ എന്ന് പറഞ്ഞാൽ നാൾ. കാരണം കൊരിന്ത്യ സഭയിൽ ഒരു ദുഷ്ടൻ ഇരിക്കുന്നു, ദുർനടപ്പാചരിക്കുന്നു. അവനെ അവർ ശാസിക്കുന്നില്ല, അവനും വന്ന് കൈയടിച്ചു പാടുന്നു, പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുന്നു. അവനും കർത്താവിന്റെ മേശയിൽ സംബന്ധിക്കുന്നു. ഈ കാര്യം പറഞ്ഞപ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവരെ ശാസിച്ചെഴുതുകയാണ്. കൊരിന്ത്യ ലേഖനത്തിൽ അനേക പ്രാവശ്യം അവർക്ക് ശാസന കൊടുത്തിട്ടുണ്ട്. അവര് പല ഗ്രൂപ്പുകളായിട്ട് മാറിയിരിക്കുകയാണ്. ചിലര് പത്രോസിന്റെ പക്ഷക്കാര്, പൗലോസിന്റെ പക്ഷക്കാര്, അതേ അപ്പല്ലോസിന്റെ പക്ഷക്കാര്,
ചിലർ കർത്താവിന്റെ പക്ഷക്കാരെ. ഇങ്ങനെ ആകെപ്പാട് ഗ്രൂപ്പ് തിരിച്ച് ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ദുർനടപ്പുകാരൻ അവിടെ കയറി പറ്റിയിട്ടുണ്ട്. ആ ദുഷ്ടനെ നിങ്ങളുടെ അടുത്ത് നീക്കിക്കളയുക. അവിടെ വായിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളിൽ അവൻ അതേ ശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ അവനെ സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ കുറച്ച് പീഡ അനുഭവിക്കണം ഈ പാപം ചെയ്തതിന്. കാരണം അവനെയും നഷ്ടപ്പെടാതെ വണ്ണം അവനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള നിലയാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി 2 കൊരിന്ത്യർ 1:14 2 കൊരിന്ത്യർ 1:14 നമ്മുടെ കർത്താവായ യേശുവിന്റെ നാളിൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ നാളിൽ നിങ്ങൾ ഞങ്ങൾക്കെന്ന പോലെ ഞങ്ങൾ നിങ്ങൾക്കും പ്രശംസയാകുന്നു എന്ന് നിങ്ങൾ ഞങ്ങളെ ഏറെക്കുറെ ഗ്രഹിച്ചതുപോലെ അവസാനത്തോളം ഗ്രഹിക്കും എന്ന് ഞാൻ ആശിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളിൽ പ്രശംസിക്കപ്പെടുക. നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് എന്ത് മനസ്സിലാക്കി? നമ്മളെല്ലാവരും പ്രശംസിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ് ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാൾ എന്ന്. കർത്തൃ ദിവസം എന്ന് ഉപയോഗിക്കാതെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളെന്ന് ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലത്തെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിലെ യഹോവയുടെ നാളെന്ന് പറയുന്നത് ദുഷ്ടന്മാരുടെ മേൽ വരുന്ന ന്യായവിധിയെ കുറിച്ചാണ്. പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിലാണ് കർത്താവായ യേശുവിന്റെ നാൾ എന്നുള്ള പദം, ഡേ ഓഫ് ദ ലോർഡ് എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 5:2 2 വാക്യോട് വായിക്കാം. 1 തെസ്സലോനിക്കർ 5:2 കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. കള്ളൻ രാത്രി വരുന്നത് പോലെ കർത്താവിന്റെ നാൾ വരുന്നു. ഡേ ഓഫ് ദ ലോർഡ്. കള്ളൻ രാത്രി വരുന്ന പോലെ കർത്താവിന്റെ നാൾ. പുതിയ നിയമത്തിൽ കർത്താവിന്റെ നാൾ, കർത്താവിന്റെ ദിവസം എവിടെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടോ അത് കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി 2 പത്രോസ് 3:10 വായിക്കാം. 2 പത്രോസ് 3:10 അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. ഇന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണിയും വെന്തുപോകുകയും ചെയ്യും. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. പുതിയ നിയമത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ നാൾ, കർത്താവിന്റെ ദിവസം, ഇതെല്ലാം കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിലാണ്. ഇവിടെ ഒന്നും ലോർഡ്സ് ഡേ എന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് പദം ലോർഡ്സ് ഡേ എന്നല്ല. ബൈബിളിൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ മാത്രമേ ഉള്ളൂ ദ ലോർഡ്സ് ഡേ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ദിവസം എന്നുള്ള പദം ഇവിടെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ദൈവത്തെ അതേ ദിവസമാണ് ഞായറാഴ്ച ദിവസമാണ്. അതേ ദിവസമാണ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമാണ്. അതേ ഡേ ഓഫ് ദ ലോർഡ് അല്ല, പിന്നെ ദ ലോർഡ്സ് ഡേ എന്നുള്ള പദം. ദൈവത്തിന് സ്തോത്രം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ നിങ്ങൾ കൂടി വരുമ്പോൾ, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ, അപ്പൊ കർത്തൃ ദിവസം എന്ന് പറയുന്നത് ദൈവമക്കളെ ആ ദിവസം അപ്പോസ്തലന്മാരെ ആരാധിക്കാൻ കൂടി വന്നുകൊണ്ട് കൂടുന്നത്. ഗൾഫ് രാജ്യങ്ങളൊക്കെ വെള്ളിയാഴ്ചയാണ് ആരാധിക്കുന്നത്. ദിവസത്തിന് ഒരു പ്രാധാന്യതയുമില്ല. അവിടെ അന്ന് ആരാധിക്കാൻ തക്ക ഒക്കത്തുള്ളൂ. എന്നാൽ ഒരു ഞായറാഴ്ചയും കൂടി വരുന്നുണ്ട്. വെള്ളിയാഴ്ച അവധി ദിവസം ആയതുകൊണ്ടാണ് അവര് കൂടി വരുന്നത്. ഞാൻ ഗൾഫ് രാജ്യങ്ങളൊക്കെയും പോയി പ്രസംഗിച്ചിട്ടുള്ള വ്യക്തിയാണ്. ദിവസത്തിന് വലിയ പ്രാധാന്യമില്ല. എന്നാൽ നമുക്ക് എല്ലാ ദിവസവും ഞായറാഴ്ച അവധി ദിവസമായതുകൊണ്ടും കർത്താവ് അന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടും അപ്പോസ്തലന്മാർ അന്ന് ആരാധിപ്പാൻ കൂടി വന്നതുകൊണ്ടും ദിവസത്തിന് പ്രാധാന്യം കൊടുത്തല്ല, അന്ന് അവധി ദിവസമായതുകൊണ്ടും കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടും നമ്മൾ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ അപ്പം നുറുക്കുവാൻ ആരാധിപ്പാൻ തക്കണം കൂടി വരുന്നു. ഇനി ദ ലോർഡ്സ് ഡേയില് എന്താണ് സംഭവിച്ചത്? കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ആത്മവിവശനായി എന്നുള്ള പദത്തിൽ ആൾക്കാർക്ക് വലിയ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. ബോധം കെട്ട് കിടക്കുക എന്നുള്ളതാണ്. എനിക്ക് അമേരിക്കയിൽ ഒരു ചർച്ച അറിയാം. അവര് യോഗം നടക്കുന്ന സന്ദർഭത്തിൽ, യോഗം നടത്തിയതിനു ശേഷം എല്ലാവരും കൂടി വരുന്ന സമയത്ത് അത് നമുക്ക് ആത്മവിവശനാകാം എന്ന് പറയുമ്പോൾ കുറെ പേരങ്ങ് ബോധം കെട്ട് വീണ ചിലരൊക്കെ നേഴ്സുമാരൊക്കെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരിക. അപ്പൊ അവിടെ കിടന്ന് തന്നെ അങ്ങ് ഉറങ്ങും. ഇവിടുത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞതേ, അമേരിക്കയിൽ അവരവിടെ തന്നെ കിടന്നങ്ങ് ഉറങ്ങും. കാരണം നല്ല ഒരു ഉറങ്ങാൻ കിട്ടിയ സമയമുണ്ട്. അച്ഛൻ അല്ലെങ്കിൽ സമ്മതിക്കത്തില്ല, ഇവിടെ യോഗത്തിന് വരണം. അപ്പൊ അങ്ങനെ അതിനെ ആ നിലയിൽ
ഉറങ്ങാൻ തക്കൊണ്ട് ഉപയോഗിക്കുന്ന മുഖാന്തരമാക്കി തീർക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ എന്താണ് ഈ വിവശത എന്ന് നമ്മൾ ചിന്തിക്കണം. യോഹന്നാൻ ആത്മ വിവശയായപ്പോൾ, ഞാൻ വേറെ ചിലരുടെ വിവശത പറയാൻ പോവാണേ. ഇനി 10-5 മിനിറ്റേ ഉള്ളൂ. കറക്റ്റ് നിങ്ങളുടെ ടൈമിന് അത് നിർത്തിയില്ലെങ്കിൽ അത് നിങ്ങൾ എല്ലാവരും ഇരിക്കത്തില്ല. കാരണം 2 മിനിറ്റ് കൂടി പോയെങ്കിൽ വാച്ചെടുത്ത് ഇങ്ങനെ പൊക്കി കാണിക്കും. എനിക്ക് പക്ഷെ നിങ്ങളെ വലിയ സ്നേഹം. അഗാപ്പെ ബൈബിൾ കോളേജിലെ സഹോദരിമാരും പാതിരാത്രി വരെ നീട്ടിയാലും അവിടെ തന്നെ ഇരുന്നോളൂ. അല്ലേ, പൗലോസ് പാതിരാത്രി പ്രസംഗിച്ചപ്പോൾ യൂത്ത് ഇപ്പോൾ താഴെ പോയില്ലേ? എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായി. ഈ പ്ലാറ്റ്ഫോമിന് ആരും താഴെ പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. കറക്റ്റ് സമയത്ത് ഇന്ത്യൻ സമയം 10 മണിയാകുമ്പോൾ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കും. ഈ വിവശതയെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. യോഹന്നാൻ ആത്മ വിവശതയിൽ ആയി എന്ന് പറഞ്ഞാൽ ബോധം കെട്ട ഉറക്കം വീണെന്നാണോ അതിൻ്റെ അർത്ഥം? നിങ്ങൾ ചിന്തിച്ചു നോക്കാൻ. വിവശതയെ കുറിച്ച് തെറ്റിപ്പോലെ കേട്ടോ. ആത്മ വിവശതയിൽ ആയി എന്ന് പറഞ്ഞാൽ അത് ആ ലോർഡ്സ് ഡേ, ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് ഓൺ ദ ലോർഡ്സ് ഡേ കേട്ടോ. അത് അങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് ഓൺ ദ ലോർഡ്സ് ഡേ. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാവിൽ ആരാധിച്ചു. വിവശത എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കല്ല, ഇങ്ങനെ ബോധമില്ലാതെ കിടന്ന് ദർശനം കാണുകയല്ല. അവൻ അവിടെ അടുത്ത വാക്യം വാങ്ങി, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. അപ്പൊ ബോധത്തോടെയല്ലേ കാണുന്നത്? നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. എഫെസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ലവോദിക്ക എന്ന് 7 സഭകൾക്കായി ബോധത്തോടു കൂടിയാണ് ഈ ആത്മാവിലായത്. അവൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ ബോധമുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മശക്തി നമ്മൾ പ്രാപിക്കുമ്പോൾ സുബോധമുണ്ടായിരിക്കണം. അത് സുബോധത്തിന്റെ ആത്മാവിനാണ്, പരിജ്ഞാനത്തിന്റെ ആത്മാവിനാണ്, ദൈവങ്ങളുടെ ആത്മാവിനാണ് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. യോഹന്നാൻ ബോധത്തോടെ ഇരുന്നാണ് ഈ കാഴ്ചയെല്ലാം കാണുന്നത്. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതുക. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ 4 പ്രാവശ്യമാണ് യോഹന്നാൻ ആത്മാവിലായത്. 4 പ്രാവശ്യം. 4-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. നോക്കണമേ, ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിലേക്ക് കയറി. സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇനി 17-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിച്ചേ. 17-3. മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അവനെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. 4 പ്രാവശ്യം യോഹന്നാൻ ആത്മാവിലായി, ആത്മവിവശതയിലായി. എന്ന് പറഞ്ഞാൽ ഈ ദർശനം കണ്ട് അവന്റെ മനസ്സ് സന്തോഷിച്ച തേജസ്കരണത്തിന്റെ അനുഭവത്തിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി കാഴ്ച ബോധത്തോടെ സുബോധത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 21-ാം അധ്യായം 10-ാമത്തെ വാക്യം വെച്ച് അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. കണ്ടോ? എന്തുവാ കണ്ടില്ലേ? പുതിയ യെരൂശലേം എന്ന് പറയുന്ന വിശുദ്ധനഗരം ഇറങ്ങി വരുന്ന കാഴ്ച അവൻ സുബോധത്തോടെ കണ്ടത്. ഇതൊക്കെ എഴുതിയെടുക്കണമെങ്കിൽ ഉറങ്ങി കിടന്നാൻ പറ്റുമോ? മയങ്ങി കിടന്നാൻ പറ്റുമോ? അവൻ സുബോധത്തോടെ ഇതെല്ലാം കാണുന്നത്. അതിന്റെ അളവ്, അതിന്റെ നീളം, സ്വർഗത്തിൽ കാണിച്ച എല്ലാം യോഹന്നാൻ അത് രേഖപ്പെടുത്തണമെങ്കിൽ വിവശതരായി ബോധം കെട്ടിടക്കാണോ? അല്ല, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. ഞാൻ കണ്ടു എന്ന് ആവർത്തിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടു, നേരിക്കണ്ട കാര്യം. 10-ാം അധ്യായം, വെളിപ്പാട് 10-ാം അധ്യായത്തിൽ ഏത് ഇടിനാദം പഴങ്ങിയെന്ന് വായിക്കുന്നില്ല? 7 ഇടിനാദം. അത് ഞാൻ എഴുതാൻ ഭാവിച്ചത്. ആ 7 ഇടിനാദം എഴുതാൻ ഭാവിച്ചപ്പം അത് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, അതിപ്പോ എഴുതണ്ടെന്ന് പറഞ്ഞു. നീ അത് എഴുതാതെ വിട്ടേക്കുക കേട്ടോ. നോക്കണമേ, എഴുതാൻ ഭാവിച്ചു ബോധത്തോടെ. ഭാവിച്ച ഉടനെ പറയാണ് ഇപ്പൊ അത് എഴുതണ്ട. ആ 7 ഇടിയെ കുറിച്ചുള്ള വിവരണം പിന്നെ യോഹന്നാന് മനസ്സിലാക്കി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. 7 ഇടിനാദം എഴുതാതെ വിട്ടേക്കുക. നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മ വിവശതയിലായി. 4 പ്രാവശ്യം അവൻ ആത്മാവിലായി. 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അവൻ ആത്മവിശുദ്ധയായി. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിശുദ്ധയായി. ഇനി പ്രവാചകനായ എസെക്കേലിന്റെ പുസ്തകത്തിലേക്ക് വന്നാട്ടെ. പ്രവാചകനായ എസെക്കേലിന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കാം. അവനോട് സംസാരിച്ചപ്പോൾ
ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. നോക്കണമേ, അവൻ എന്നോട് എസെക്കിയേലിന് ഈ ആത്മാവ് വന്നു. അവൻ ആത്മാവ് വന്നപ്പോൾ അവനെ നിവർന്ന് നിൽക്കുമാറാക്കി. അടുത്തത് 3-ാം അധ്യായം 12-ാമത്തെ വാക്യം പഠിച്ചു. 3:12. അപ്പോൾ ഇല്ലേ? ആത്മാവ് എടുത്തു ആത്മാവ് എന്നെ എടുത്തു, യഹോവയുടെ മഹത്വം സ്വസ്ഥലത്ത് നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ വലിയ മുഴക്കത്തോടെ ഒരു ശബ്ദം എന്റെ പിറകിൽ കേട്ടു. അവനെ ആത്മാവിലെടുത്തു. ആത്മാവിലെടുത്തു. എസെക്കിയേലിന്റെ ജീവിതത്തിൽ ആത്മാവ് വന്നപ്പോൾ അവനൊരു പ്രത്യേക അനുഭവത്തോടെ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. 14-ാമത്തെ വാക്യം കൊണ്ട് വായിച്ചേ. എസെക്കിയേൽ 3:14. ആത്മാവ് എന്നെ എടുത്തുകൊണ്ടുപോയി, ഞാൻ വ്യസനത്തോടും മനസ്സിന്റെ ഉഷ്ണത്തോടും കൂടെ പോയി, യഹോവയുടെ കൈ ശക്തിയോടെ എന്റെ മേലുണ്ടായിരുന്നു. നോക്കണമേ, ആത്മാവിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി യഹോവയുടെ ശക്തി എന്റെ മേൽ ശക്തിയോടെ ഉണ്ടായിരുന്നു. പഴയ നിയമകാലത്ത് ഇതേ അനുഭവം എസെക്കിയേലിനുണ്ടായതായി നമുക്ക് കാണുവാൻ തക്കണം കഴിയും. നമ്മുടെ പിതാവായ യാക്കോബ് ദർശനം കണ്ടില്ലേ? ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്ന ഒരു കോമഡി കണ്ടില്ലേ? ഒരു ദർശനം കണ്ടു. അതവൻ കണ്ടു. അതിന്മേൽ യഹോവ നിന്നു. ഞാൻ അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും ദൈവമാകുന്നു. ഉൽപ്പത്തി പുസ്തകം 28:10 മുതൽ നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് തരും, നിന്നെ ഞാൻ അനുഗ്രഹത്തോടെ മടക്കി വരുത്തും, ഈ പ്രദേശമെല്ലാം ഞാൻ നിനക്ക് തരും എന്നെല്ലാം ദൈവം തന്നോട് സംസാരിച്ച ഒരു ദർശനം കണ്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. അന്നേരം അവൻ രാവിലെ എന്നിട്ട് എന്താ പറഞ്ഞത്? യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം. കേട്ടോ, അവൻ ഉറങ്ങി. എന്നാൽ ആ ഉറക്കത്തിൽ കണ്ട ദർശനത്തിൽ യഹോവ ഇവിടെ ഉണ്ട് സത്യം എന്ന് പറഞ്ഞ് തലനായി വെച്ച് കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ച് അവനൊരു നേർച്ച ചേർന്നു. എന്റെ കർത്താവ് എന്നോട് കൂടെ, യഹോവ എന്നോട് കൂടി ഇരിക്കുകയും വഴിയിൽ കഴിക്കാൻ എനിക്ക് ആഹാരവും ധരിപ്പാൻ എന്നെ വസ്ത്രവും തരുകയും ചെയ്യുമെങ്കിൽ ഞാൻ തൂണായി നിർത്തിയ ഈ സ്ഥലത്ത് യഹോവയ്ക്ക് വേണ്ടി ഒരാലയം പണിയും. കർത്തൃത്വത്തിൽ ആത്മ വിവിധത്തിലായി. ഇനിയും പത്രോസിന് ഒരു ആത്മവിശ്വസത വന്നല്ലോ. നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 10-11 വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 10-11. അവൻ പോകുന്ന നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ, വാക്യ മക്കളെ, അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവൻ ഒരുക്കുമ്പോഴേക്ക് ഒരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു ദുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് മരുഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതേ വെന്മാടത്തിൽ കയറി പത്രോസിന് വിശന്നു. അപ്പോൾ ഒരു വിവശത വന്നു. അവിടെ ആ വിവശത എന്നുള്ളത് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഐ വാസ് ഇൻ എ ട്രാൻസ് എന്നുള്ള പദമാണ്. ഐ വാസ് ഇൻ എ ട്രാൻസ്. ആ വിവശതയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന പദം ഐ വാസ് ഇൻ എ ട്രാൻസ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ഹി ഫെൽ ഇൻ ടു എ ട്രാൻസ്. ഇങ്ങനെയുള്ള പദങ്ങളാണ് ട്രാൻസ് എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. കേട്ടോ, ഇവിടെ വായിക്കുന്നത് പത്രോസിന് ഒരു വിവശത വന്നു. അവനൊരു ആ വിവശതയിൽ കണ്ട ഒരു ദർശനം എന്താ? ഒരു വെണ്ണാർത്തിൽ കയറി കണ്ട സമയത്ത് ഒരു തുപ്പട്ടി ഇറങ്ങി വരുന്ന കാഴ്ചയാണ്. ആ തുപ്പട്ടിയിലെ ഭൂമിയിലുള്ള സകല ഇഴജാതികളും ജന്തുക്കളും അശുദ്ധ ജന്തുക്കളെല്ലാം ഉണ്ട്. പത്രോസ് എഴുന്നേറ്റ് തിന്നാൻ പറഞ്ഞു. അവൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. അപ്പം ഇത് മലിനമായിട്ടൊന്നും ഉള്ളത് ഞാൻ കഴിച്ചിട്ടില്ല, യഹൂദന്മാർക്ക് നിഷിദ്ധമാണ്. അപ്പൊ ദൈവം പറഞ്ഞ ആദ്യം എന്നറിയാമോ? ദൈവം ശുദ്ധീകരിച്ചതിന് നീ മലിനമെന്ന് വിചാരിക്കരുത്. അതിനുശേഷമാണ് ഈ തുപ്പട്ടി എന്തിനെ കാണിക്കുന്നു? പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന ഈ തുപ്പട്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കൊർന്നല്യോസ് ഉൾപ്പെടെയുള്ള ജാതികൾ, ദൂരസ്ഥന്മാരായ ജാതികൾ ഈ തുപ്പട്ടിയിലേക്ക് കയറി. പിന്നെ ഈ തുപ്പട്ടി വലിച്ചെടുക്കുന്നു. കർത്താവിന്റെ സഭ സ്ഥാപിച്ചതും അനേക ലോകത്തിലുള്ള നാനാഭാഗത്തു നിന്നുള്ള ദൂരസ്ഥന്മാരായ എല്ലാവരും സകലരും, അത് യവനന്മാരും യഹൂദന്മാരും സകല ജാതികളും രക്ഷിക്കപ്പെട്ട് തുപ്പട്ടിലേക്ക് കയറുന്നതും, പിന്നെ താമസിയാതെ തുപ്പട്ടി സ്വർഗത്തിലേക്ക് വലിച്ചെടുക്കുന്ന, സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന്റെ ഒരു നിഴലാണ് പത്രോസിന് വെളിപ്പെട്ടത്. അതിന് ശേഷമാണ് കൊർന്നല്യോസൊക്കെ ഈ രക്ഷയുടെ അനുഭവത്തേക്ക് വന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വിവശത വന്നു. അത് ശരിയായിട്ടുള്ള ഒരു ദർശനമായിരുന്നു. ഇനി അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാചകം സാക്ഷ്യം പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 22:17 വായിച്ചോട്ടെ. 22:17. ദേവാലയത്തിൽ പ്രാർത്ഥിക്കും നേരം ഒരു വിവശതയിൽ ആയി അവനെ കണ്ടു. അപ്പോസ്തലനായ പൗലോസ് സാക്ഷ്യം പറയുകയാണ്. അവൻ ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് ദർശനം കണ്ടതും പിന്നെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു.
അവിടെ വെച്ച് പൗലോസിന് വന്ന വിവശത, ട്രാൻസ് എന്നുള്ള പദം, പൗലോസിന് അവിടെ ഒരു വിവശത വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എന്റെ സമയം തീർന്നല്ലോ. ആത്മവിവശത എന്ന് മലയാളത്തിൽ കാണുന്നുണ്ടെങ്കിലും ആത്മാവിലായി എന്ന് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷിൽ. ഏതാ? വെളിപ്പാട് 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തില്ലേ, ആത്മ വിവശതയിലായി എന്നുള്ളത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് ഓൺ ദ ലോർഡ്സ് ഡേ. ഞാൻ ആത്മാവിലായി എന്ന് മാത്രമേ ഉള്ളൂ. വിവശത ഒരുപാട് പേര് ആൾക്കാർ തെറ്റിരിച്ച് അത് നമുക്ക് വിവശതയിലാകാമെന്നൊക്കെ പറഞ്ഞ് അമേരിക്കയിലൊക്കെ അത് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. വിവശതയിലായി എന്ന് മലയാളത്തിൽ കാണപ്പെടുന്ന വെളിപ്പാട് 4:2, 21:10 എന്നീ വാക്യങ്ങളിലും ആത്മാവിൽ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ആത്മാവിൽ, ഞാൻ ആത്മാവിലായി, അവനെ ആത്മാവിൽ ഞാൻ സ്വർഗത്തിലേക്ക് കയറി. വിവശതയിൽ കയറി എന്നല്ല ദൈവം സാർ. പത്രോസും പൗലോസും വിവശതയിലായി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ he fell into a trance. അപ്പോസ്തലപ്രവൃത്തി 10:10 കേട്ടോ, അവിടാണ് വിവശത എന്നുള്ള ട്രാൻസ് എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 22:17 പൗലോസ് പറയുന്ന സാക്ഷ്യത്തിൽ ഐ വാസ് ഇൻ എ ട്രാൻസ്, ഞാൻ ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ വിവശതയിലായി. അവിടാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്. വിവശത എന്ന് അർത്ഥം വരുന്ന ട്രാൻസ് എന്ന വാക്ക് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ യോഹന്നാനുള്ള ബന്ധത്തിൽ, 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, 21-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഈ പദം ഇല്ല. ഏതാ? ഞാൻ ട്രാൻസ് എന്നുള്ള പദം ഇല്ല. ആയതിനാൽ യോഹന്നാൻ പൂർണ്ണ ബോധത്തോടെ ആണ് ഈ കാഴ്ച കണ്ടത്. ഭാവിയാരികൾ കണ്ടു പൂർണ്ണ ബോധ്യത്തോടെ. ഞാൻ കണ്ടു, ദൈവം പറയുന്നു, ദൂതൻ പറയുന്നു, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതുക. കർത്താവ്, തേജസ്കരിക്കപ്പെട്ട കർത്താവ് തനിക്ക് പ്രത്യക്ഷപ്പെട്ടു. സുബോധം നഷ്ടപ്പെട്ടില്ല, സ്വപ്നാവസ്ഥയിലായില്ല, ആത്മാവിൽ ഭരിക്കപ്പെട്ടുള്ള ദർശനമാണ്. ഈ മാംസ ശരീരത്തിൽ ഇരിക്കെ മാംസ കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുസ്തകം എടുത്തു വെച്ച് അത് രേഖപ്പെടുത്തിക്കൊണ്ടും യോഹന്നാൻ ഇരുന്നു. വെളിപ്പാട് 10:4 ഏഴിടിയും നാദവും മുഴക്കിയപ്പോൾ എഴുതുവാൻ ഭാവിച്ചു, അത് എഴുതണ്ടെന്ന് പറഞ്ഞു. ആത്മ വ്യാപാരത്താൽ സ്വർഗീയ കാര്യങ്ങളിൽ വ്യാപൃതനായി തീർന്നു. ഒരു മനുഷ്യൻ ഏത് സ്ഥലത്തായിരിക്കുന്നു എന്നുള്ളതോ ഏത് സാഹചര്യത്തിലായിരിക്കുന്നു എന്നുള്ളതോ അവൻ നേരിടുന്ന പ്രശ്നങ്ങളോ ഒന്നും യഥാർത്ഥ ഭക്തനെ ആത്മാവിലാകുന്നതിൽ നിന്നും തടഞ്ഞു നിർത്താൻ തക്ക സാധ്യമല്ല. യഥാർത്ഥ ഭക്തന്റെ കഷ്ടത പ്രയാസങ്ങളിലൊക്കെ ഈ ഏകാന്തവാസത്തിൽ പത്മോസ് എന്ന ദ്വീപിലായിരുന്നപ്പോൾ യോഹന്നാൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ടേയിരുന്നു. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ രണ്ടുപേർ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ആരാധന ആരംഭിച്ചു. രണ്ടുപേരും പ്രാർത്ഥിച്ചു. അവർ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചു. അവർ പാട്ടുപാടി, അവർ പ്രാർത്ഥിച്ച് അവർ ആത്മാവിലായപ്പോൾ അവിടെ സംഭവിച്ചെന്തറിയാമോ? കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുടുങ്ങി. കാരാഗ്രഹത്തിന്റെ വാതിലെല്ലാം തുറന്നുപോയി. അതേ അർദ്ധരാത്രിയിൽ കാരാഗ്രഹ പ്രമാണി അതിനെ പേടിച്ചുപോയി. കാരണം കാരാഗ്രഹത്തിന്റെ വാതിലെല്ലാം തുറന്നു കിടക്കുന്നു. അവൻ പേടിച്ച് തന്നെത്താൻ ആത്മഹത്യ കൊണ്ട് തീരുമാനിച്ചപ്പോൾ സുബോധത്തോടെ ആത്മാവിലായ പൗലോസും ശീലാസും സുബോധത്തോടെ പറഞ്ഞു, നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്. ആത്മാരായി ബോധം കെട്ട് കിടക്കല്ല, നീ നിനക്ക് തന്നെ ഒരു ദോഷം ചെയ്യരുത്. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഇതൊക്കെ സുബോധത്തോടെ നടന്ന സംഭവമാണ്. ഞങ്ങൾ അങ്ങനെ ഓടിപ്പോകുന്നവർക്കല്ല, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അവൻ ചോദിച്ചു, യജമാന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഉടനെ അവിടെ സുവിശേഷം പറയുകയായിരുന്നു. എന്താ പറഞ്ഞത്? കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് ദൈവമക്കളെ, ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഇതിന്റെ ചുരുക്കം ഇതാണ്. കർത്തൃ ദിവസത്തിൽ ഞാൻ വിവശതയിലായി എന്നുള്ളത്, ഞാൻ ആത്മാവിലായി എന്ന് മാത്രമേ ഉള്ളൂ. ബോധമില്ലാതെ കിടക്കുകയല്ലായിരുന്നു, അവൻ ആത്മാവിലായി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. അടുത്ത ആഴ്ചയിൽ യേശു ക്രിസ്തുവിന്റെ 12 ദിവ്യ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ് ഈ 13 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ, 11 മുതലുള്ള വാക്യങ്ങൾ കാണുവാൻ കഴിയുന്നത്. 12 ദിവ്യ വിശേഷതകളെ കുറിച്ചുള്ള പഠനമാണ്. അത് പഠിച്ചു കഴിയുമ്പോൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം നമ്മൾ അവസാനിക്കും. അത് ചില ദിവസങ്ങൾ എടുക്കും. അതുകൊണ്ട് കർത്തൃ ദിവസം എന്നുള്ളതിന്റെ തെറ്റിദ്ധാരണ എല്ലാവരും മാറണം. കർത്തൃ ദിവസം എന്ന് പറയുന്നത്, ഇവിടെ പറഞ്ഞ കർത്തൃ ദിവസം ആഴ്ചവട്ടത്തിന് 1-ാം നാളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിവശത എന്ന് പറയുന്നത് ആത്മാവിലായി എന്നുള്ളതാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ലാലു ജയിക്ക് ഏറ്റെടുക്കാം.
ആരുമില്ലയോ? പാസ്റ്റർ ലാലു. ഇതുവരെ Praise the Lord. യാ. Praise the Lord. Pastor കഴിഞ്ഞോ? പാസ്റ്റർ തീർന്നു. 10 മണിയായിരുന്നു. Praise the Lord. ഈ നല്ല രാത്രിക്കായിട്ട് കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് വരുമ്പോഴത്തെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CB ആൻഡ്രൂസിനുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്നു. നമ്മുടെ ലാലു പാസ്റ്ററിന്റെ പുതിയ ചർച്ചിന്റെ ഡെഡിക്കേഷൻ ആണ് ഇന്ന്. അദ്ദേഹം ബിസിയാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വളരെ മനോഹരമായ ഒരു ആലയം ഖത്തറിൽ അവര് ഇന്ന് ദൈവനാമത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും പ്രത്യേക പ്രാർത്ഥന ചോദിക്കുന്നു. ഇപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ അവിടെ ഒരു വലിയ സർവീസ് നടക്കുകയാണ്. ഖത്തറിലുള്ള അനേക ചർച്ചുകൾ ഒന്നിച്ചു വന്ന് അവിടെ അത് നടക്കുന്നു. നമുക്ക് പ്രിയ പാസ്റ്റർ ലാലുവിനെയും ആ സഭയെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് വചനം പഠിക്കുവാൻ വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മൾ പഠിക്കുന്ന വചനങ്ങൾ വളരെ ശ്രദ്ധയോടെ നമുക്ക് കരുതിക്കൊള്ളാം. കർത്താവ് നമ്മളെയൊക്കെ ഐശ്വര്യമായി അനുഗ്രഹിക്കുകയും ദൈവനാമത്തില് നമ്മളെ ഉപയോഗിക്കുകയും ചെയ്യാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങളങ്ങനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CB ആൻഡ്രൂസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസനെ ശക്തിയോടെ വചനം പഠിപ്പിക്കാൻ കരങ്ങളെടുത്തിന് ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവ് തന്റെ ദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കൃപയിൽ സൂക്ഷിക്കുകയും ആരോഗ്യത്തിൽ പരിപാലിക്കുകയും ചെയ്യണമേ. ഇന്ന് വചനം പഠിച്ച എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവിന്റെ നാമത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ എല്ലാവരെയും സഹായിക്കണം. കർത്താവെ, പാസ്റ്റർ ലാലുവിനെയും സഭയെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന ഡെഡിക്കേഷൻ സർവീസിൽ ദൈവത്തിന്റെ കൃപ ധാരാളമായി അനുഭവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിപ്പാൻ കർത്താവ് സഹായിക്കണമേ. ഇന്ന് രാത്രികാലം ഞങ്ങൾ അനുഗ്രഹത്തോടെ ഞങ്ങളെ അയക്കണം. ദൈവകൃപ ഞങ്ങളെ സൂക്ഷിക്കണം. വീണ്ടും കാണുവോളം കൃപയിൽ പരിപാലിക്കണം. പ്രാർത്ഥനയായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന വിശുദ്ധമായ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മൾ ഓരോരുത്തരുടെ കൂടെയും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോട് കൂടെയും നമ്മുടെ ബൈബിൾ കോളേജിനോട് കൂടെ ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുവിനോട് സ്തുതിക്കാം. God bless you. Have a wonderful night. God be with you. Thank you. Thank you, Pastor. Thank you.